എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലെവിൻ. എൻ്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആമസോൺ വഴി എങ്ങനെ നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് കാശുണ്ടാക്കാം എന്നുള്ളൊരു കാര്യമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. നിങ്ങൾ ആ വീഡിയോൻ്റെ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇതിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ മറ്റൊന്നുമല്ല, ആമസോൺ വഴി നമുക്ക് എങ്ങനെ കുറച്ച് കാശുണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ആമസോൺ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നാണ് നമ്മളിതിനെ പറയുന്നത്. അതായത് ആമസോണിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്ന ലിങ്ക് വഴി ആരെങ്കിലും മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കമ്മീഷൻ ആമസോൺ തരും. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു രീതിയിൽ നമുക്ക് കാശുണ്ടാക്കാൻ പറ്റുന്നത്. ആമസോണിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഐറ്റംസിൻ്റെ ലിങ്ക് ഒരു പ്രോഫിറ്റ് ലിങ്കായിട്ട് മാറ്റിയെടുക്കുകയും ആ ഒരു പ്രോഫിറ്റ് ലിങ്ക് നമ്മൾ സോഷ്യൽ പ്ലാറ്റ്ഫോംസിൽ ഷെയർ ചെയ്യുക. വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് എന്നിവിടങ്ങളിലൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലിങ്ക് ഉപയോഗിച്ചിട്ട് മറ്റാരെങ്കിലും ആ ഒരു പ്രൊഡക്റ്റ് മേടിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പൈസ എത്രയാണോ അതിൽ ഇത്ര ശതമാനം കാശ് നമുക്ക് കിട്ടും. അങ്ങനെയാണ് നമുക്ക് ആമസോൺ വഴി കാശ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം എങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് നോക്കാം, എന്നിട്ട് നമുക്ക് മടങ്ങി വരാം. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ആമസോണിൽ ഒരു അക്കൗണ്ടാണ്. ആമസോൺ അക്കൗണ്ട് വെച്ചിട്ടാണ് നമുക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് അക്കൗണ്ട് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ആമസോൺ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഗൂഗിളിൽ ഇതേപോലെ ആമസോൺ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്ത് വരുന്ന ആദ്യത്തെ റിസൾട്ട് തന്നെ amazon.in അസോസിയേറ്റ് സെൻട്രൽ. ആ ഒരു റിസൾട്ട്, ആ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്യാം. നമ്മൾ ആ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആമസോൺ അസോസിയേറ്റ്സിൻ്റെ ഹോം പേജ് കാണാം. അപ്പോൾ അതിൽ നമ്മൾ സൈനപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ലോഗിൻ, നമ്മുടെ ഇമെയിലും പാസ്വേഡും ഒക്കെ എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു സ്ഥലം കാണാം. അവിടെ നമ്മൾ നമ്മുടെ ആമസോൺ അക്കൗണ്ടിൻ്റെ യൂസർ നെയിമും അതുപോലെ തന്നെ ആമസോൺ അക്കൗണ്ടിൻ്റെ പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലോഗിൻ ചെയ്യാം. ഈ ഒരു ഐ ഡി വെച്ചിട്ടാണ് ആമസോൺ അസോസിയേറ്റ്സിൽ നമുക്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ നമുക്ക് ആദ്യം തുറന്നു വരുന്ന ഒരു പേജിൽ തന്നെ നമ്മുടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള, ആമസോണിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അഡ്രസ്സ് കാണാൻ പറ്റും. അപ്പോൾ അത് ശരിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ശരിയാണെങ്കിൽ നമുക്ക് അത് അങ്ങനെ ലീവ് ചെയ്യാൻ പറ്റും. അഥവാ തെറ്റാണെങ്കിൽ നമുക്ക് ആ ഒരു സെലക്ട് ഡിഫറൻറ്റ് അഡ്രസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് റീഡയറക്റ്റ് ആവും നമ്മുടെ ആമസോൺ അക്കൗണ്ടിലേക്ക്. എന്നിട്ട് നമ്മുടെ ആമസോൺ അക്കൗണ്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മറ്റ് അഡ്രസ്സുകൾ ഏതൊക്കെയാണ് നമുക്ക് കാണിച്ചു തരികയും അതിൽ വേറെ ഏതെങ്കിലും അഡ്രസ്സാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്യുകയും ചെയ്യാം. ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ ഹൂ ഈസ് ദ മെയിൻ കോൺടാക്ട് ഫോർ ദിസ് അക്കൗണ്ട്. ഈ ഒരു അക്കൗണ്ടിന് ആരാണ് മെയിൻ ആയിട്ടുള്ളതെന്നാണ്. അപ്പോൾ ഞാൻ തന്നെ ആയതുകൊണ്ട് ഞാൻ ദിസ് പേ ലിസ്റ്റഡ് അബവ് എന്നുള്ള ഒരു പോർഷൻ സെലക്ട് ചെയ്തു. അല്ല എങ്കിൽ സമ്മൺ എൽസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. പിന്നെ അതിൻ്റെ ഇടയിൽ മൂന്നാമത്തെ ഫോർ US ടാക്സ് പർപ്പസസ്, അതായത് നമ്മൾ ഒരു US വ്യക്തിയാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ അല്ല, അതുകൊണ്ട് ഞാൻ നോ സെലക്ട് ചെയ്യാം. ഇനി ആണെങ്കിൽ യെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഒരു ടാബിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഈ ഒരു വിൻഡോയിൽ നമുക്ക് വെബ്സൈറ്റുകളുടെ കാര്യങ്ങളാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് നമ്മുടെ ഈ ഒരു പ്രോഫിറ്റ് ലിങ്ക് ഏതൊക്കെ സൈറ്റിലാണ് നമുക്ക് ഇട്ടിട്ട് കാശ് വാങ്ങേണ്ടത്, ആ ഒരു വെബ്സൈറ്റുകളുടെ പേരാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. എനിക്കിപ്പോൾ യൂട്യൂബിലാണ് ഇടേണ്ടത് വെച്ചെങ്കിൽ ഞാനിതാ ആ കാണുന്ന ആ ഒരു സ്പേസിൽ യൂട്യൂബിൻ്റെ എൻ്റെ ഹോം പേജിൻ്റെ URL ടൈപ്പ് ചെയ്തിട്ട് ആഡ് കൊടുക്കണം. അപ്പോൾ ഞാൻ അതിനായിട്ട് യൂട്യൂബ് തുറന്നിട്ട് എൻ്റെ URL അവിടുന്ന് കോപ്പി ചെയ്തതിന് ശേഷം തിരിച്ചിങ്ങോട്ട് വന്നിട്ട് ആ ഒരു അഡ്രസ് ബാറിൽ, ആ താഴെ കാണുന്ന ആ ഒരു ബാറിൽ അത് പേസ്റ്റ് ചെയ്തതിന് ശേഷം ആഡ് കൊടുത്തു. ഇതുപോലെ നിങ്ങൾക്ക് ഫേസ്ബുക്കിൻ്റെ ആഡ് ചെയ്യാം, ഇൻസ്റ്റാഗ്രാമിൻ്റെ ആഡ് ചെയ്യാം, എല്ലാതും ആഡ് ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു വിൻഡോ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. മൂന്നാമത്തെയാണ് നമ്മുടെ പ്രൊഫൈൽ. ഈ ഒരു പ്രൊഫൈലിൽ നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കണം. കണ്ടോ, ആദ്യം തന്നെ സ്റ്റോർ ID ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാൻ എൻ്റെ ഒരു പേര് തന്നെയാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. രണ്ടാമത് നമുക്ക് കാണാം നമ്മൾ നേരത്തെ എൻ്റർ ചെയ്ത് കൊടുത്ത വെബ്സൈറ്റിൻ്റെ ലിസ്റ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ എത്ര എൻ്റർ ചെയ്ത് കൊടുത്താലും അവിടെ കാണിക്കും നമ്മൾ നേരത്തെ എൻ്റർ ചെയ്ത് കൊടുത്തത്. മൂന്നാമത് നമുക്ക് കാണാം വാട്ട് ആർ യുവർ വെബ്സൈറ്റ് ഓർ മൊബൈൽ ഫോൺ ആപ്സ് എബൌട്ട്. നമ്മുടെ ആ ഒരു ചാനൽ എന്തിനെ പറ്റിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാൻ അവിടെ ടെക്, ട്രാവൽ, ഫുഡ് അതൊക്കെയാണ് ടൈപ്പ് ചെയ്ത് കൊടുത്തത്. നിങ്ങൾക്ക് കൂടുതലുണ്ട് വെച്ചെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ നാലാമത്തെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടോപ്പിക്, എന്താണ് നമ്മുടെ ചാനൽ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനവിടെ അതറാണ് കൊടുത്തിട്ടുള്ളത്. രണ്ടിലും അതറാണ്. പ്രൈമറിയും അതർ കൊടുത്തു, സെക്കൻഡറിയും അതർ കൊടുത്തു. അതെല്ലാവരും അതർ കൊടുക്കണമെങ്കിൽ അതർ കൊടുക്കാം അതിൽ, ഓർ അല്ലെങ്കിൽ ആ ഒരു കാണുന്നതിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ വാട്ട് ആർ ദ ടൈപ്പ് ഓഫ് ആമസോൺ ഐറ്റംസ് ഡു യു ഇൻറ്റെൻഡ് ടു ലിസ്റ്റ് ഓൺ യുവർ വെബ്സൈറ്റ്. നമ്മുടെ സൈറ്റിൽ എന്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഇലക്ട്രോണിക്സ്, അതേപോലെ തന്നെ മൂവീസ്, ബുക്സ്, പിന്നെ കമ്പ്യൂട്ടർ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്. ഇനി അടുത്തത് നമുക്ക് കാണാം വാട്ട് ടൈപ്സ് ആർ യുവർ വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്സ്.
അപ്പോൾ നമ്മുടെ ടൈപ്പ് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഞാൻ അത് കണ്ടൻറ് വെബ്സൈറ്റ് എന്നാണ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ബ്ലോഗല്ല, അതറും അല്ല, കണ്ടൻറ് വെബ്സൈറ്റ്. കണ്ടൻറ് വെബ്സൈറ്റിന് വേണ്ടിയിട്ട് ഓപ്ഷൻ ഉണ്ടാവും രണ്ടിലും. കണ്ടൻറ് വെബ്സൈറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു രണ്ടിലും കണ്ടൻറ് വെബ്സൈറ്റ്, അതായത് എന്തെങ്കിലും കണ്ടൻറ്റ് നമ്മൾ ഡെലിവറി ചെയ്യുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് കണ്ടൻറ് വെബ്സൈറ്റിന് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് അത് മാറ്റി കൊടുക്കാൻ പറ്റും. ഇനി അടുത്തത് നമുക്ക് കാണാം, ഹൗ ഡു യു ഡ്രൈവ് ട്രാഫിക് ടു യുവർ വെബ്സൈറ്റ്. നമ്മുടെ വെബ്സൈറ്റിലേക്കുള്ള ട്രാഫിക്കിനെ പറ്റിയിട്ടാണ് ഇനി ചോദിച്ചിട്ടുള്ളത്. അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇമെയിൽ, ഡിസ്പ്ലേ അഡ്വർടൈസിങ്, സോഷ്യൽ നെറ്റ്വർക്ക്, അതേപോലെ SEO, ബ്ലോഗ്സ്, അതൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ അടുത്തത് ചോദിച്ചിട്ടുള്ളത്, ഹൗ ഡു യു ഏൺ ഇൻകം ഫ്രം യുവർ വെബ്സൈറ്റ് എന്നാണ് അടുത്തത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ഗൂഗിൾ ആഡ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാം. പ്രൈമറിയും ഗൂഗിൾ ആഡ്സ് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സെക്കൻഡറിയും ഗൂഗിൾ ആഡ്സ് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഹൗ ഡു യു യൂട്ടിലൈസ് യുവർ വെബ്സൈറ്റ് ആൻഡ് ആപ്സ് ടു ജനറേറ്റ് ഇൻകം. നമ്മുടെ വരുമാനം നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ നമ്മൾ രണ്ടിലും ആദ്യത്തെ ഗൂഗിൾ ആഡ്സ് എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ രണ്ടാമത്തേലും ഗൂഗിൾ ആഡ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തത് കാണാം. അടുത്തത്, ഹൗ ഡു യു ബിൽഡ് യുവർ ലിങ്ക്സ്. നമ്മുടെ ലിങ്കുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഹൗ ഡു യു ബിൽഡ് യുവർ ലിങ്ക്സ് എന്നുള്ളതിൽ ഞാൻ തെറ്റി കൊടുത്തതാണ്. ശരിക്കും കൊടുക്കേണ്ടത് HTML എഡിറ്റർ എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. ഹൗ ഡു യു ബിൽഡ് യുവർ ലിങ്ക്സ് എന്നുള്ള ആ ഒരു ഇതിൽ നമ്മൾ കൊടുക്കേണ്ടത് HTML എഡിറ്ററാണ് കൊടുക്കേണ്ടത്, അതറല്ല കൊടുക്കേണ്ടത് HTML എഡിറ്റർ. പിന്നെ അടുത്തത്, ഹൗ മെനി ടോട്ടൽ യൂണീക്ക് വിസിറ്റേഴ്സ് ഡു യു ഹാവ്. നമ്മുടെ വിസിറ്റേഴ്സിൻ്റെ കണക്കാണ് ചോദിക്കുന്നത്. അത് നമ്മൾ ഫ്രം ഇത്ര മുതൽ ഇത്ര വരെ കൊടുക്കാം. അപ്പം ഞാൻ മൂന്നാമത്തെയാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അടുത്തത്, വാട്ട് ഈസ് യുവർ പ്രൈമറി റീസൺ ഫോർ ജോയിനിങ് ഓൺ ആമസോൺ അസോസിയേറ്റ് ടു മോണിറ്റൈസ് മൈ സൈറ്റ്. അതന്നെ കൊടുക്കുക. രണ്ടാമത്തെ കൊടുക്കുക, ടു മോണിറ്റൈസ് മൈ സൈറ്റ് എന്നുള്ളത് കൊടുക്കാം. പിന്നെ ചോദിക്കുന്നത്, എവിടെ നിന്നാണ് നമ്മൾ ഇതിനെപ്പറ്റി അറിഞ്ഞത്. ഞാൻ കൊടുത്തത് ഓൺലൈൻ സെർച്ച്. അതുപോലെ ഓൺലൈൻ സെർച്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ ആ ഒരു ഇതൊന്ന് ഒന്നുകൂടെ നമ്മൾ മുഴുവനായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ ഉണ്ടോ ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു വേരിഫിക്കേഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഇമേജ് അതിൽ കാണുന്ന അക്ഷരങ്ങൾ എന്തൊക്കെയാണോ AMAG7 അത് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് യു എഗ്രി ടിക്ക് കൊടുത്തതിന് ശേഷം ഫിനിഷിൽ ക്ലിക്ക് ചെയ്യുക. ഫിനിഷിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആമസോൺ അക്കൗണ്ടിൻ്റെ ഹോം പേജിലേക്ക് നമ്മൾ റീഡയറക്റ്റ് ആവും. ആ ഒരു ആമസോൺ അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോം പേജ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആമസോൺ അസോസിയേറ്റ്സിൻ്റെ ഹോം പേജ്. ഇതിൽ നമുക്കൊരു ഗ്രാഫും കാര്യങ്ങളും കാണാം. നമ്മുടെ ഏണിങ്സ് ഓവർവ്യൂ എന്ന് പറഞ്ഞിട്ട് കാണാം. നമ്മൾക്ക് നമ്മുടെ ലിങ്കിന് എത്ര ക്ലിക്ക് കിട്ടിയെന്നത് കാണാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ മേലെ കുറേ ടാബുകൾ കാണാം, റിപ്പോർട്ട്, അത് അങ്ങനെ പറഞ്ഞിട്ട് കുറേ ടാബുകൾ കാണാം. ഈ ഒരു ഗ്രാഫിലാണ് നമ്മുടെ ഏണിങ്സിൻ്റെ ഇതും നമ്മൾക്ക് എത്ര ക്ലിക്ക് കിട്ടിയെന്നുള്ളതും അതുപോലെ നമ്മുടെ ഒരു മാസത്തെ സമ്മറിയും കാര്യങ്ങൾ എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നു. അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വിൻഡോയിൽ കുറച്ചുകൂടെ ഇത് വ്യക്തമായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും. കണ്ടോ, ഇപ്പോൾ ഞാൻ റിപ്പോർട്ട്സിൽ ക്ലിക്ക് ചെയ്തു. എൻ്റെ ഈ മാസത്തെ ഏണിങ്സ് ഓവർവ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് സമ്മറി കാണാൻ പറ്റും. നമുക്ക് നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് ഏതൊക്കെയാണെന്ന് കാണാൻ പറ്റും. നമുക്ക് ഓർഡർ ചെയ്ത ഐറ്റംസിൻ്റെ മുകളിൽ നിന്ന് എത്ര രൂപ ഏണിങ്സ് കിട്ടിയെന്ന് കാണാൻ പറ്റും. എത്ര രൂപയുടെ ഐറ്റംസാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്, ഷിപ്പ് ചെയ്തിട്ടുള്ളതെന്ന് എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഒരു മാസം നമുക്ക് എത്ര ക്ലിക്കുകൾ നമ്മുടെ ലിങ്കിന് കിട്ടി, ആ കാര്യങ്ങൾ എല്ലാം നമുക്ക് ഈ ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പം നിങ്ങളും നിങ്ങളുടെ ഒരു ഹോം പേജിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. ഇനി എങ്ങനെ ലിങ്ക് ഉണ്ടാക്കാമെന്ന് കാണാം. ഈ ഒരു ഹോമിൽ പോയിട്ട് നമ്മൾ ആ ഒരു സെർച്ച് ബോക്സിൽ എന്ത് ഐറ്റാണോ വേണ്ടത് അതിനെപ്പറ്റി സെർച്ച് ചെയ്യാം. ഞാൻ മൈക്രോഫോണിന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് കൊടുത്ത് ഗോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആമസോണിലുള്ള പോലെ തന്നെ നമ്മുടെ മൈക്രോഫോണുകൾ വരും. അപ്പോൾ ഇഷ്ടമുള്ള മൈക്രോഫോൺ സെലക്ട് ചെയ്തിട്ട് സൈഡിൽ ഗെറ്റ് ലിങ്ക് എന്ന് നമുക്ക് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മൈക്രോഫോൺ ഓപ്പൺ ചെയ്ത് വരും. അതിൻ്റെ ഒരു പ്രോഫിറ്റ് ലിങ്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് അടിയിൽ കാണാൻ പറ്റുന്നുണ്ടോ. ഈ ഒരു വലിയൊരു ലിങ്കാണ് വലുത്. ഇതാണ് നമ്മുടെ പ്രോഫിറ്റ് ലിങ്ക്. ഇതാണ് നമ്മൾ ഷെയർ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും വലുതായ കാരണം നമുക്കതിനെ ചെറുതാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടെക്സ്റ്റ് ഓൺലി എന്ന് പറഞ്ഞാൽ ആ ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിയിൽ കാണാം, കണ്ടോ, HTML ലിങ്ക്, ഷോർട്ട് ലിങ്ക്. അതിൽ ഷോർട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇത്രയും വലിയ ലിങ്ക് ചെറിയൊരു ലിങ്ക് ആവും. ഇത് നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ യൂട്യൂബ് അക്കൗണ്ടിൽ നമ്മൾ എവിടെയാണോ നമുക്ക് ആ ഒരു ലിങ്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി വരേണ്ടത് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വരും. അപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടത് എൻ്റെ യൂട്യൂബ് അക്കൗണ്ടിൽ ഞാൻ പേസ്റ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇതേപോലെയാണ് നമ്മൾ ഈ പ്രോഫിറ്റ് ലിങ്ക് ഉണ്ടാക്കുന്നതും. അപ്പോൾ ആ ഒരു ലിങ്ക് ആളുകൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
അവർക്ക് ആമസോണിലേക്ക് റീഡയറക്റ്റ് ആവും. ആ ഒരു ലിങ്ക് വെച്ചിട്ട് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നമ്മുടെ ആ ഒരു കമ്മീഷൻ എമൗണ്ട് നമുക്കിതിൽ കിട്ടും. 100 രൂപയായി കഴിഞ്ഞാലാണ് നമുക്കിത് വിഡ്രോ ചെയ്യാൻ പറ്റുക. അപ്പോൾ എല്ലാവർക്കും ആമസോൺ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വഴി എങ്ങനെ നമുക്ക് ഓരോ പ്രോഫിറ്റ് ലിങ്ക് ഉണ്ടാക്കാം, അതുപോലെ തന്നെ ആ ഒരു ലിങ്ക് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് കാശ് ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആമസോണിലെ അക്കൗണ്ട് ഇതുവരെ ക്രിയേറ്റ് ചെയ്യാത്തതായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യുക. ഇതുപോലെ ലിങ്കുകൾ ഉണ്ടാക്കി ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ നിങ്ങളുടെ ഫാമിലിക്കോ ആർക്കെങ്കിലും ആമസോൺ വഴി എന്തെങ്കിലും മേടിക്കാത്തവരായിട്ട് ഇന്ന് ആരും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ മേടിക്കുമ്പോൾ എന്ത് സാധനമാണ് നമ്മൾ മേടിക്കുന്നതെങ്കിൽ ആ ഒരു സാധനത്തിൻ്റെ ഒരു പ്രോഫിറ്റ് ലിങ്ക് ഉണ്ടാക്കുക, എന്നിട്ട് ആ ഒരു ലിങ്ക് വഴി മേടിക്കുക. അപ്പോൾ നമുക്കും കാശ് കിട്ടും, അവർക്കും കാശ് കിട്ടും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.